യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. വാട്ട് ആൻ ഓഫർ! എന്തൊരു വാഗ്ദാനമാണിത്! എന്നാൽ ഈ വാഗ്ദാനത്തിനൊരു നിബന്ധനയുണ്ട്. ആ നിബന്ധനയാണ് അബൈഡ് ഇൻ മീ, എന്നിൽ വസിക്കുക എന്നത്. The word abide speaks of intimacy and close connection. വസിക്കുക എന്ന വാക്ക് സാമീപ്യത്തെയും അടുത്ത ബന്ധത്തെയും കുറിച്ച് സംസാരിക്കുന്നു. നമുക്ക് അത്തരത്തിലുള്ള ഒരു ബന്ധം യേശു കർത്താവുമായിട്ടുണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തെയും അവിടുത്തെ ആഗ്രഹങ്ങളെയും നന്നായി അറിയുവാനിടയാകുന്നു. അങ്ങനെ വരുമ്പോൾ നാം ദൈവത്തോട് അപേക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് കർത്താവിൻ്റെ ഇഷ്ടം തന്നെയായിരിക്കും. കർത്താവിൽ വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ആത്മീയമായി പക്വത കൂടി പ്രാപിക്കുകയാണ്. അങ്ങനെ ആത്മീയമായി പക്വത പ്രാപിച്ചവർക്ക് മാത്രമേ വ്യത്യസ്തമായി പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. സ്വയം കേന്ദ്രീകൃതവും സ്വയം അന്വേഷിക്കുന്നതുമായ തലത്തിൽ നിന്നും ക്രിസ്തു കേന്ദ്രീകൃതവും ക്രിസ്തുവിനെ അന്വേഷിക്കുന്നതുമായ തലത്തിലേക്ക് നാം ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കും. ചാൾസ് സ്പർജൻ പറഞ്ഞതത്രേ, വെൻ യുവർ വിൽ ഈസ് ഗോഡ്സ് വിൽ, യു വിൽ ഹാവ് യുവർ വിൽ. നിങ്ങളുടെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമാകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്കുണ്ടാകും. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി മാറിക്കഴിഞ്ഞു എന്ന് ബോധ്യം വന്നവരോട് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ്. ജോൺ സി മാക്സ്വെൽ പറഞ്ഞു, വി മസ്റ്റ് ഫോക്കസ് ഓൺ പ്രേയർ as the main thrust to accomplish God's will and purpose on earth. The forces against us have never been greater, and this is the only way we can release God's power to become victorious. ദൈവഹിതവും അവിടുത്തെ ഉദ്ദേശ്യവും ഭൂമിയിൽ നിറവേറ്റുന്നതിനുള്ള പ്രധാന ഊന്നൽ എന്ന നിലയിൽ നാം പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമുക്കെതിരെയുള്ള ശക്തികൾ ഒരിക്കലും വലുതായിരുന്നിട്ടില്ല. വിജയികളാകുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് പ്രവഹിക്കുവാനുള്ള ഒരേ ഒരു മാർഗമാണിത്. അതുകൊണ്ട് അപേക്ഷിക്കുക ദൈവഹിതത്തിനായി. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.